കോഴിക്കോട് വിജിൽ കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തി. തലയോട്ടി ഒഴികെയുള്ള 10ലേറെ അസ്ഥിഭാഗങ്ങളാണ് കണ്ടെത്തിയത്. മൃതശരീരം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തി. പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് പരിശോധന നടത്തിയതെന്ന് DCP അരുൺ കെ പവിത്രൻ പറഞ്ഞു. കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇപ്പം 2019 നടന്നൊരു സംഭവമാണ്. അപ്പം അവർ തുടക്കത്തിൽ കാണിച്ചു തന്ന സ്പോട്ട് അവിടെ നിന്ന് ഏറിപ്പോയാലൊരു 2-3 മീറ്റർ, അത് സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം കഴിയുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സാധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞ രീതിയിൽ ആ ബോഡിയുടെ മുകളിൽ അവർ കല്ല് കെട്ടി താഴ്ത്തിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ തന്നെയായിട്ട് കിട്ടിയതായിട്ട് തന്നെയാണ് നമ്മുടെ സെർച്ച് ടീമും പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ സ്ഥലത്ത് തന്നെയാണ് അവർ തന്ന മൊഴിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം ഇതിൻ്റെ DNA എക്സാമിനേഷന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമുക്കിത് വിജിലിൻ്റേതാണ് എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നുള്ളൂ. കേസിലെ പ്രതികൾ വലിയ ക്രിമിനലുകളാണെന്നും ഒരാൾ കൂടി കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നും വിജിലിന്റെ പിതാവ് 24നോട് പറഞ്ഞു. നമ്മളെ മക്കളെ പോലെ ഞാൻ വിശ്വസിക്കാൻ കൂടിയിട്ട് അവ ഒരു പതറില്ല, ഒരു വാക്ക് പോലും മാറി പറഞ്ഞില്ല. 2-3 പ്രാവശ്യം ചെന്നപ്പോൾ പറയും, ഇല്ല അച്ഛാ അവൻ അങ്ങനെ തന്നെയാ, വിളിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, കാണുമ്പോൾ മാത്രമേ ഓയുള്ളൂ. ഒരുത്തരും മൂടി വെച്ചില്ലേ 6 കൊല്ലം ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ പിന്നെയാണെങ്കിലും ഇവരെ കൊണ്ട് കഴിയാതെ മൂന്നാമത്തെ ഒരാളും കൊണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അല്ലാതെ ഇവരെ സ്വയം ബുദ്ധിയല്ല ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല. മൂന്നാമതൊരാളും കൊണ്ടാവും. ഒരാളെ കൊണ്ട് കിട്ടാൻ അറിയില്ലേ. അപ്പോൾ അയാളോട് കിട്ടിക്കാണെങ്കിൽ ഇതിൻ്റെ കേസിൻ്റെ പൂർണ്ണമായിട്ട് പുറത്ത് വരും. പിന്നെ വലിയ അസ്ഥി പെറുക്കിയിട്ട് കടലിൽ കൊണ്ടുപോയിട്ടോലെ അതെന്തിനെന്ന് പോലീസാൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ അവനെ കർമ്മം ചെയ്താണ്. അവൻ്റെ കർമ്മം ചെയ്യാൻ ആരാ, ഒരച്ഛനോ ബാക്കിയുള്ളവരിക്കുക. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, ഈ അസ്ഥിഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, പക്ഷേ ശാസ്ത്രീയ പരിശോധന നടക്കണം, കൃത്യമായി തന്നെ സ്ഥിരീകരണം വരണം. ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് എന്താണ്, പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥില? ഉന്മേഷ്, ഞാനിപ്പോൾ ആ സ്പോട്ടിലാണുള്ളത്. സരോവരത്ത് ഈ വിജിലിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്താണ്. ഇപ്പോൾ എനിക്കൊപ്പം നേരത്തെ മിസ്സിംഗ് കേസായി പിന്നീട് നരഹത്യാ കേസായി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ എലത്തൂർ CI KR രഞ്ജിത്ത് ചേരുന്നുണ്ട്. എത്രത്തോളം പ്രയാസകരമായിരുന്നു ഇവിടുന്ന് ഈ ഒരു ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നത്? പ്രയാസകരമായിരുന്നു. നിങ്ങൾ ഇതിനെ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുമായി. ഇവിടുത്തെ ഈ ഹിറ്റാച്ചി പലവട്ടം താന്നു പോയപ്പോഴൊക്കെ ഞങ്ങൾ മാനസികമായിട്ട് വളരെ വിഷമിച്ചു. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ KMC അതിൻ്റെ കോൺട്രാക്റ്റാണ് മനോജ്, എൻ്റെ എഞ്ചിനീയർ കാർത്തിക് ഉണ്ട്, പിന്നെ മിഡ്ലാൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. അവരും നമ്മളെ സഹായിച്ചുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സക്സസ് ഇപ്പോൾ ഇന്നുണ്ടായത്. അത് മാത്രമല്ല, ഇന്ന് കസ്റ്റഡി എടുത്ത ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് 5 മണിക്ക് കോടതി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കുറച്ച് 7 മണി 7:30 നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ വിളിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ഏതെങ്കിലും നമ്മുടെ കഷ്ടപ്പാടിനൊരു ഫലം ഉണ്ടായി, അതിൽ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്താണ്, ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് അതിൽ. അതെ, നമ്മൾ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട തഹസിൽദാർ ഇന്ന് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓട്ടോപ്സിക്ക് ശേഷം നമ്മളിനി സയൻറ്റിഫിക് ആയിട്ട് ലാബിലേക്ക് ഇത് അയക്കും, ഇതിന് DNA പ്രൊഫൈലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്കിതിൻ്റെ ഒരു സ്ഥിരീകരണം ആവുകയുള്ളൂ. ഇപ്പോൾ ഇതിൽ 2ാം പ്രതി കൂടി പിടിയിലാക്കാനുണ്ട്. അതെ, അദ്ദേഹത്തിനുള്ള അന്വേഷണം ഞങ്ങൾ ഇത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇന്ന് തൊട്ട് ഞങ്ങൾ ശക്തമായിട്ട് ആരംഭിക്കും. ഒളിവിലാണെന്ന് തോന്നുന്നു അല്ലേ? ഒളിവിലാണ്. ഞങ്ങളന്ന് മറ്റേ ആദ്യത്തെ പ്രതിയെ പിടിക്കാൻ പോയ സമയത്ത് ബാംഗ്ലൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സായതാണ്. പക്ഷേ പിടിക്കും, ഉടനെ തന്നെ അറസ്റ്റിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഉന്മേഷ്, ഇനിയിപ്പോൾ ഈ ദൗത്യത്തിന്റെ ഭാഗമായ കടാവർ നായകൾ, 2 നായകളുണ്ട്, അവരെ കൊച്ചിയിൽ നിന്ന് എത്തിച്ചാണ്. ആ ടീം അംഗങ്ങൾ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടായിരുന്നു. കാരണം സാധാരണ നമ്മൾ പോകുന്നതെല്ലാം ഈ ലാൻഡ് സ്ലൈഡ് അതേപോലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനേക്കാളും തികച്ചും വ്യത്യസ്തമായിട്ട് ഇത് ഇങ്ങനെയുള്ളൊരു ചെളിയായിട്ടുള്ള മേഖല. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ ഒരു മണ്ണ് തന്നെ വരുന്ന ഒരു ഇതാണ്. ഇത് നേരെ ഡിഗ് ചെയ്ത് വരുമ്പോൾ ആ ചെളിയുടെ ആയിട്ടുള്ള സ്മെല്ലുകൾ ഇത്ര നാൾ കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മെല്ല് എന്നുള്ള സംഭവത്തിൽ അത് തികച്ചും ബുദ്ധിമുട്ടാണ്. പക്ഷേ നായ്ക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവർക്ക് സ്മെല്ലുകൾ പല ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിട്ട് എടുക്കാനുള്ള കഴിവുകളുണ്ട്. തീർച്ചയായും നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഉന്മേഷ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ
JCB ഇപ്പോഴും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. തലയോട്ടിയുടെ ഒരു ഭാഗം കൂടി കണ്ടെത്താനുണ്ട്. അത് കണ്ടെത്താനുള്ള ഒരു പരിശോധന ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ദുഷ്കരമായിരുന്നു ഇവരുടെ ഈ വിജിലിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ എന്നത്. 8 ദിവസം, അത് 8 ദിവസം എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഈ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആയ കാര്യം ഇവിടെ നിന്നവർക്ക് ലഭിക്കണം എന്നുള്ളത് ഇന്ന് രാവിലെ 7:30 മുതൽ ഇവർ ആരംഭിച്ച ഒരു പരിശോധനയാണ് ഇന്നത്തേത്. പ്രതീക്ഷയുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എനിക്കൊപ്പം ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളായ, ഈ പോലീസിനൊപ്പം തന്നെ പങ്കാളികളായ ആളുകളാണ് അസീസ്ക എന്ന് പറയുന്നത് കോഴിക്കോട്ട് എവിടെ മൃതദേഹങ്ങൾ കണ്ടാലും, അജ്ഞാത മൃതദേഹങ്ങളാണോ, ഖബർ തുറന്നുള്ള പരിശോധനയാണോ, അത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്ന ആളാണ് അസീസ്കയും അസീസ്കയുടെ ഈ ഒരു ടീമും. ഇവരാണ് ഈ ചെളിയിലെല്ലാം ഇറങ്ങി ഈ മൃതദേഹാവശിഷ്ടങ്ങൾ തപ്പിയെടുത്തത്. എങ്ങനെയായിരുന്നു ഈ ഒരു അനുഭവം? എങ്ങനെയായിരുന്നു ഈ അനുഭവം എന്ന് പറഞ്ഞാൽ കഴുത്തറ്റം ഈ ആടച്ചളിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുപ്പിക്കഷ്ണം, പട്ട, വൈൻഡിങ് വയർ, കുപ്പിക്കഷ്ണം, സിറിഞ്ച് പോലുള്ള വളരെ പ്രയാസം അനുഭവിക്കുന്ന ദുഷ്കരമുള്ള ഒരു ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രയും ചളിയിൽ നിന്നാണ് ഈ ബോഡിയുടെ അസ്ഥിക്കഷ്ണം പെറുക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അത് വലിയൊരു പ്രയാസവും അതോടൊപ്പം തന്നെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയൊരു അനുഭവമാണ്. കാരണം ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ടാണല്ലോ ഈ ചളിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഈ അസ്ഥി എടുക്കാൻ വേണ്ടി സാധിച്ചത്. വലിയ പ്രയാസത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ അസ്ഥികളൊക്കെ എടുക്കാൻ വേണ്ടി സാധിച്ചത്. ഉന്മേഷ്, ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, അസീസ്കയും ഈ ടീമും ഒട്ടും പണം ഇതിന് വാങ്ങുന്നില്ല. ഫ്രീ സർവീസാണ് അസീസ്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സേവനങ്ങൾ. എന്താണ് അസീസ്ക അങ്ങനെയെന്ന് പറഞ്ഞാൽ മറിച്ചൊന്നുമല്ല. കാരണം വളരെ 42 വർഷം മുമ്പേ ഒരു കുഞ്ഞു തോട്ടിൽ വീണപ്പോൾ ആ കുട്ടിയെ ഞാൻ പുറത്തെടുത്തപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞതാണ്, മോനെ പിന്നെ തൊട്ടടുത്ത വീടുകളിൽ ആഘോഷ പരിപാടികൾ, വിവാഹം, അങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മളെ വിളിക്കണം, നമ്മൾ പോകണമെങ്കിൽ. പക്ഷേ നമ്മൾ ഒരു മരിച്ച വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറി ചെന്ന് നമ്മൾ നല്ല രീതി ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗം നമുക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തീർച്ചയായും ഇതാണ് ഇന്നത്തെ ഇവിടെ ഒരു ശരി മിഥില, വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതാണ് അവർ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ വരാനുണ്ട്. മിഥില ബാലനാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.